കഴിഞ്ഞ 35 കൊല്ലമായിട്ട് മുടങ്ങാതെ പൂരം കാണുന്ന ഒരാളാണ് ഞാൻ. 35 കൊല്ലം എന്ന് പറയുമ്പോൾ 1993-ലോ 94-ലോ എന്ന് ഓർമ്മയില്ല, ഒരു കൊല്ലം അതിഭയങ്കരമായ മഴ കാരണം പൂരം ഉണ്ടായില്ല. പിന്നെ നമുക്കറിയാവുന്ന പോലെ 2020-ലും 2021-ലും കോവിഡ് മഹാമാരി മൂലവും പൂരം നടത്തുകയുണ്ടായില്ല. അതൊഴിച്ചാൽ 1990 മുതൽക്ക് ഇങ്ങോട്ടുള്ള എല്ലാ പൂരവും കണ്ടു എന്ന ഒരു സന്തോഷം എനിക്കുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഹ്ലാദമാണ് ഈ തൃശ്ശൂർ പൂരം. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ പൂരപ്രേമികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. രാവിലെ മുതൽക്ക് അതിഭയങ്കരമായ വെയിലും ചൂടും ഈ ആനപ്പിണ്ടത്തിൻ്റെയും ആനമൂത്രത്തിൻ്റെയും ചൂരും ഒക്കെ സഹിച്ച് തൃശ്ശൂർ റൗണ്ടിൽ അലിഞ്ഞു തിരിഞ്ഞ് നടന്ന് ഘടകപൂരങ്ങളും പിന്നെ തിരുവമ്പാടിയുടെ മടത്തിലെ വരവും, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് പാറമേക്കാവിൻ്റെ എഴുന്നള്ളത്തും, അതിനുശേഷം എലഞ്ഞിത്തറ മേളവും, പിന്നെ തെക്കോട്ടിറക്കവും, അത് കഴിഞ്ഞ് കുടമാറ്റവും, പിന്നെ രാത്രിയിൽ പാറമേക്കാവുകാരുടെ പാതിര പഞ്ചവാദ്യം ഒക്കെ കേട്ട് അതും കഴിഞ്ഞ് പുലർച്ചെ 3 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്ക് വെടിക്കെട്ടും കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പോകുക. അപ്പോഴത്തേക്കും ഈ കണ്ട് നമ്മളൊരു പരുവത്തിലായിട്ടുണ്ടാവും. അതും കഴിഞ്ഞിട്ടാണ് ദേശക്കാരുടെ പൂരം, അതായത് തിരുവമ്പാടി തട്ടകത്തുകാരുടെയും പാറമേക്കാവുകാരുടെയും പൂരം. സത്യം പറഞ്ഞാൽ അത് ഇതുവരെ കണ്ടിട്ടില്ല, കാരണം അതുവരെ കാണാനുള്ള ആരോഗ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ മഹാ ഉത്സവമാണ്. ഒരു ഉത്സവം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ഉത്സവങ്ങളുടെ ഉത്സവമാണ്, അല്ലെങ്കിൽ പൂരങ്ങളുടെ പൂരമാണ് തൃശ്ശൂർ പൂരം. ഇത് ശക്തൻ തമ്പുരാൻ്റെ കാലത്ത് തുടങ്ങിയതാണെന്നാണ് ആ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാലാകാലങ്ങളിൽ ഒരുപാട് പുതിയ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പൂരത്തിൻ്റെ പൊലിമ കൂടുകയല്ലാതെ ഒട്ടും കുറയുണ്ടായിട്ടില്ല. ഓരോ വർഷവും ഈ പൂരം വിജയിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ തിരുവമ്പാടി ദേവസ്വക്കാരോ അല്ലെങ്കിൽ പാറമേക്കാവ് ദേവസ്വക്കാരോ അല്ല. അവിടെ ഏറ്റവും നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമപാലകരാണ്, പോലീസുകാരാണ്. എത്ര പോലീസുകാരാണ് അവിടെ വരുന്നത്. അവർ എത്ര സൂക്ഷ്മമായിട്ടാണ്, എത്ര സജീവമായിട്ടാണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നത്. ഞാൻ മുമ്പൊരവസരത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള വലിയ സഹകരണമില്ലെങ്കിൽ, വളരെ ചുമതലാബോധമില്ലെങ്കിൽ പൂരം മഹാപരാജയമല്ല, മഹാദുരന്തമായിട്ട് മാറും. അത്രയും നിസ്വാർത്ഥമായ പ്രവർത്തനമാണ് അവരുടെ ചെയ്യുന്നത്. ഇവർ ചെയ്യുന്ന സേവനം ഇന്ന ദിവസം വരെ ശരിയായ രീതിയിൽ തിരിച്ചറിയപ്പെടുകയോ അത് അംഗീകരിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. ഒരു പോലീസുകാരൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ച ഉണ്ടെങ്കിൽ മൊത്തം സംവിധാനം തകർന്ന് തരിപ്പണമാകും, അലങ്കോലമാകും. ഈ വർഷത്തെ പൂരത്തിൽ സംഭവിച്ച ഇതാണ്. പക്ഷേ അത് വെറും ഒരു പോലീസുകാരനായിരുന്നില്ല. തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ എന്ന് പറയുന്ന ഒരു എരപ്പാളിയാണ്. എരപ്പാളി എന്ന വാക്ക് ഞാൻ വികാരം കൊണ്ട് പറയുന്നതല്ല, സത്യത്തിൽ അക്ഷരം തെറ്റാതെ എരപ്പാളി എന്ന് വിളിക്കാവുന്ന ഒരാളുണ്ടെങ്കിൽ അത് തൃശ്ശൂരെ ഇപ്പോഴത്തെ കമ്മീഷണറായിരിക്കുന്ന അങ്കിത് അശോകൻ എന്ന് പറഞ്ഞ IPSകാരനാണ്. ഇവനെയൊക്കെ IPS കൊടുത്താൽ UPSC വേണം നമ്മൾ കുറ്റം പറയാനായിട്ട്. അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലൊരു ഉദ്യോഗസ്ഥനെ അവിടെ പോസ്റ്റ് ചെയ്താൽ നമ്മുടെ സർക്കാരിനെയും അംഗീകരിക്കാതിരിക്കുക എന്ന് വൃത്തിയില്ല. ഇതുപോലൊരു ശുംഭരയാണല്ലോ ഈ പൂരം നടക്കുന്ന സമയത്ത് തൃശ്ശൂർ കമ്മീഷണറായിട്ട് വച്ചത് എന്ന കാര്യത്തിൽ ഇതിനകം തന്നെ പല വീഴ്ചകൾ കൊണ്ടും പുകൾ പറ്റാൻ നമ്മുടെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് തീർച്ചയായിട്ടും അഭിമാനിക്കാം. കാരണം ഇയാൾ ഒറ്റ ഒരുത്തനാണ് ഈ പൂരം അലങ്കോലമാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വച്ചത്. രാവിലെ കണിമംഗല ശാസ്താവിൻ്റെ എഴുന്നള്ളത്ത് നടക്കുന്ന സമയം മുതൽക്ക് സംഗതി താളം തെറ്റി. കണിമംഗല ശാസ്താവിൻ്റെ എഴുന്നള്ളത്ത് വരുന്ന സമയത്ത് പ്രൈവറ്റ് ബസ്സിൻ്റെ ഇടയിൽ പെട്ടുപോയി. അങ്ങനെ ശാസ്താവ് പെരുവഴിയിലായി. അത് മുതൽക്ക് എല്ലാ കാര്യങ്ങളും താളം തെറ്റി. പോലീസുകാരുടെ തേർവാഴ്ചയായിരുന്നു തൃശ്ശൂരുണ്ടായത്. വേണ്ടാത്ത സ്ഥലത്തൊക്കെ അവർ ഈ ട്രാഫിക്ക് മുടക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ആളുകളെ മുടക്കാനുള്ള സാമഗ്രികൾ കൊടുത്തു വെച്ചു. തെറ്റായ സ്ഥലത്ത് വടം കെട്ടി തോന്നിയ പോലെ പോലീസുകാരെ കയറഴിച്ചു വിട്ടു. ഈ സംവിധാനമൊക്കെ എത്രയോ കൊല്ലങ്ങളായിട്ട് നാട്ടിലുള്ളതാണ്. അതാകെ മാറ്റിമറിച്ചു. ഇതിൻ്റെയൊക്കെ പുറകിലുള്ള ബുദ്ധി ഈ നേരത്തെ പറഞ്ഞ ഏഴാംകുലിയുടെയായിരുന്നു. അവൻ്റെ തേർവാഴ്ചയാണ് അവിടെ നടന്നത്. എല്ലാ രംഗത്തും ഇത് തന്നെ സംഭവിച്ചു. തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ വിളക്ക് പിടിക്കുന്ന വാര വരെ പോലീസുകാർ തല്ലി. സാക്ഷാൽ K. മുരളീധരൻ MP നമ്മുടെ മടത്തിൽ വരവിൻ്റെ സമയത്ത് പോലീസുകാർ തടഞ്ഞു നിർത്തി. ഇതുപോലെ ഓരോ ഘട്ടത്തിലും ഭരണപക്ഷ പ്രതിപക്ഷ BJP വ്യത്യാസമില്ലാതെ സകല ആളുകളെയും ഇവർ ബുദ്ധിമുട്ടിച്ചു. അതിൻ്റെ ഒരു എന്താണ് പറഞ്ഞത്, അതിൻ്റെ ഒരു എപ്പിറ്റോം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് തിരുവമ്പാടിയുടെ വിഖ്യാതമായ
എലഞ്ഞിത്തറ മേള നടക്കുന്ന സമയത്താണ്. ആ സമയത്ത് വടക്കുംനാഥൻ്റെ ക്ഷേത്ര അങ്കണത്തിലേക്ക് ഈ പന്തലിൽ നിൽക്കുന്ന കുറച്ച് പേരെ ഒഴിച്ച് അതിൽ കയറിപ്പറ്റിയ ഒരാളാണ് ഞാൻ ഒരുപാട് നേരത്തെ പോയതുകൊണ്ട് എനിക്കും എൻ്റെ സുഹൃത്തുക്കളായ പോൾ പുത്തൂരിനും എൻ്റെ സുഹൃത്ത് സ്റ്റീഫനും അതിൻ്റെ അകത്ത് കയറാൻ പറ്റി. ഞങ്ങൾ ഈ മേളം അവസാനം വരെ ആസ്വദിക്കും. CP ജോൺ ഉണ്ടായിരുന്നു, BJP നേതാവ് ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, K മുരളീധരൻ MP ഉണ്ടായിരുന്നു, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു ഉണ്ടായിരുന്നു, അതുപോലെ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ച് ഭാഗ്യവാന്മാർ മാത്രമാണ് ആ സമയത്ത് അകത്ത് കയറിയത്. ബാക്കി ആളുകളെ മുഴുവനും ഈ പോലീസുകാർ തടഞ്ഞു നിർത്തി, സകല ആൾക്കാരും തടഞ്ഞു നിർത്തി. ഇപ്പോൾ ഈ പൂരം കാണാൻ വന്ന ആൾക്കാർ വീട്ടിലിരുന്ന് TV കാണുമായിരുന്നു ഭേദം എന്നവർക്ക് മനസ്സിലായി. അത്ര വലിയ തോന്നിവാസമാണ് അവിടെ നടത്തുന്നത്. മാത്രവുമല്ല, ഈ പൂരം നടക്കുന്ന സമയത്ത് വടക്കുംനാഥ ക്ഷേത്രത്തിനകത്ത് ആ ചുറ്റുമതിൽക്കകത്ത് ആരും ചെരുപ്പ് ഉപയോഗിക്കരുത് എന്ന രീതിയിൽ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ട്. ദേവസ്വം ബോർഡും അതനുസരിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്നെപ്പോലെ കുറച്ച് പേര് മാത്രമേ ചെരുപ്പ് പുറത്ത് ഊരി വെച്ചിട്ട് മതിൽക്കെട്ടിനകത്ത് കിടന്നു. ഞാൻ നോക്കുമ്പോൾ MM വർഗീസ് ചെരുപ്പിട്ടിട്ടുണ്ട്, ബിന്ദു മാഡം ചെരുപ്പിട്ടിട്ടുണ്ട്, K മുരളീധരൻ ചെരുപ്പിട്ടിട്ടുണ്ട്, സുനിൽ കുമാറും ചെരുപ്പിട്ടിട്ടുണ്ട്. അവർക്കൊക്കെ ചെരുപ്പിടുന്നതിന് യാതൊരു തടസ്സവുമില്ല. പോലീസുകാരത് പറഞ്ഞില്ല. ചില പോലീസുകാർ ഷൂ ഊരിയിട്ട് സോക്സ് ഇട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം പോലീസുകാരും ഷൂ ഇട്ടിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അങ്കിത് അശോകൻ എന്ന് പറഞ്ഞവർ അവിടെ വന്നു. ഞാൻ നോക്കി, ആളുടെ കാലിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം ഷൂ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സാറിന് ഇതൊന്നും ബാധകമല്ല. ഈ ഹൈക്കോടതി ഉത്തരവും ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവൊക്കെ വഴിയെ പോലും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് മാത്രമേ ബാധകമായിട്ടുള്ളൂ. നമ്മൾ ചെരുപ്പിട്ട് കയറി കഴിഞ്ഞാൽ പോലീസുകാർ സമ്മതിക്കില്ല. പക്ഷേ ഇതുപോലുള്ള ആൾക്കാർ വരുമ്പോൾ പോലീസുകാർ മേലോട്ടേക്ക് വെക്കും. അതാണ് അവിടെ നടന്നത്. പിന്നെ ഇത്തവണ VIP-കൾക്ക് പ്രത്യേക ഗാലറി ഉണ്ടാവില്ല എന്ന് ആദ്യമേ പറഞ്ഞു. അതിനും ഹൈക്കോടതിയിൽ എന്തോ ഉത്തരവുണ്ടത്രേ. പക്ഷേ VIP ഗാലറി സാധാരണയുള്ള വശമെല്ലാം മറുവശത്തായിരുന്നു എന്ന് മാത്രമേ വ്യത്യാസം. ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ഹൈക്കോടതി പറഞ്ഞു അതൊക്കെ തെറ്റിച്ചുകൊണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ദേവസ്വം ബോർഡ് ഉദ്ദേശിച്ചു അതെല്ലാം തകിടം മറിച്ചുകൊണ്ടുള്ള ഒരു പോലീസിൻ്റെ തേർവാഴ്ചയാണ് തൃശ്ശൂർ നടന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് രാത്രി പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും പഞ്ചവാദ്യം നടക്കുന്ന സമയത്ത് പോലീസുകാർ ഇടപെട്ടു. തൃശ്ശൂർ റൗണ്ടിൽ ആരും നിൽക്കാൻ പാടില്ല എന്ന രീതിയിൽ ഉത്തരവ് പാസ്സാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ തിരുവമ്പാടിക്കാർ ബോറടിച്ച് എന്നാൽ ഇനി പോലീസുകാരൊന്നും നടത്തട്ടെ ബാക്കി എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയി. പാറമേക്കാവുകാർ വെടിക്കെട്ട് നടത്തി, തിരുവമ്പാടിക്കാർ വെടിക്കെട്ട് നടത്തിയില്ല. രാവിലെ 3 മണിക്ക് പുലർച്ചെ 3 മണിക്ക് നടത്തേണ്ടിയിരുന്ന ഈ വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് കോഴിക്കോട് ജില്ലയിൽ നിന്നും മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരും. ഇവരൊക്കെ വന്ന് മേലോട്ട് നോക്കി നിൽക്കുകയാണ്. തിരുവമ്പാടിയുടെ വെടിക്കെട്ട് തുടങ്ങുന്നില്ല. അവസാനം മന്ത്രി രാജനോ മറ്റോ ഒത്തീർപ്പ് സംഭാഷണം നടത്തി രാവിലെ 7:15-നാണ് പൊട്ടിച്ചത്. പകൽ സമയത്ത് വെടിക്കെട്ട് നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? പൂരം കാണാമെന്ന സകല ആൾക്കാരും പോലീസിനെ പ്രാക്കി. ഇതിൻ്റെ പുറകിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും ഓരോരുത്തരും ശ്രമിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇടതുപക്ഷത്തിൻ്റെ പ്രതിച്ഛായ തകർക്കാൻ വേണ്ടിയിട്ടാണ് പൂരം അട്ടിമറിക്കാൻ ശ്രമിച്ചത്. BJP വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നവരുണ്ട്. ഞാൻ അതിൽ കക്ഷി ചേരാൻ താല്പര്യപ്പെടുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ VS സുനിൽകുമാറിനോളം വലിയ ഒരു പൂരപ്രേമിയെ ഞാൻ കണ്ടിട്ടില്ല. എത്രയോ കൊല്ലമായിട്ട് പൂരം കാണുന്ന ആളെ. എല്ലാ തവണയും സുനിൽകുമാർ അതിൻ്റെ ആദ്യ മധ്യാന്തം ഉണ്ടാകാറുണ്ട്. മടത്തിലെ വരവിനും സുനിൽകുമാറുണ്ടാവും, എലഞ്ഞിത്തറ മേളത്തിനും സുനിൽകുമാറുണ്ടാവും, കുടമാറ്റത്തിനും സുനിൽകുമാറുണ്ടാവും. അദ്ദേഹം ഒരിക്കലും VIP ഗാലറിയിൽ കയറാറില്ല. സാധാരണക്കാരെ പോലെ ഈ പൂരത്തിൻ്റെ നടുവിൽ നിന്ന് പൂരം ആസ്വദിക്കുന്ന ഒരു തൃശ്ശൂർക്കാരനാണ്. ഏതായാലും സുനിൽകുമാർ പറഞ്ഞിട്ടാവില്ല പൂരം പോലീസ് അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്, അതെനിക്ക് ഉറപ്പാണ്. പക്ഷേ പോലീസുകാർ ചെയ്ത കാര്യത്തിന് യാതൊരു നീതീകരണവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലുള്ള ഏഴാം കൂലികളൊക്കെ കമ്മീഷണറായിട്ട് വെച്ചാൽ തൃശ്ശൂർ പൂരമല്ല എന്ത് വേണമെങ്കിലും അട്ടിമറിക്കും. കാരണം ഈ IPS എന്നുള്ള 3 അക്ഷരം ഉണ്ടെങ്കിൽ എന്ത് തോന്നിവാസവും ചെയ്യാം എന്നാണ് ഇവനെപ്പോലുള്ള ഇരപ്പാളികൾ വിചാരിച്ചിട്ടുള്ളത്. ഈ ഇരപ്പാളി എന്ന വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആലോചിച്ച് ഉറപ്പിച്ച് ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ പേരിൽ എന്ത് പ്രത്യാഘാതം ഉണ്ടായാലും നേരിടാൻ തയ്യാറുമാണ്. കാരണം അങ്കിത് അശോകനെ പോലുള്ളവരാണ് കേരള പോലീസിന് അപമാനകരമായിട്ടുള്ളത്. ഇവന് IPS കൊടുത്ത യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ മുമ്പിൽ 2 കൈയും കൂപ്പി തൊഴുതുകൊണ്ട് തൽക്കാലത്തേക്ക് വിട പറയുകയാണ്. ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.